ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പുതിയ 2 വെറൈറ്റി ആന്തൂറിയം കൂടി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊരു പർപ്പിൾ ഷെയ്ഡും അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു വൈറ്റ്. അപ്പോൾ 2 മിനിയേച്ചർ വെറൈറ്റിയാണ്. എൻ്റെ കയ്യിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വെറൈറ്റീസ് അല്ല കേട്ടോ, രണ്ടും പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല, അത് ധാരാളമായിട്ട് തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് റീപോർട്ട് ചെയ്യാം. അപ്പം റീപോർട്ട് ചെയ്യുന്നത് നിങ്ങളെന്ന് കാണിച്ചു തരാം. എൻ്റെ തൈയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതെന്ന് കാണിക്കാം. അത് മാത്രമല്ല, ഇതിന് മുന്നേ ഞാനൊരു ആന്തൂറിയത്തിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ, പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആന്തൂറിയത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആന്തൂറിയം ചെടി എന്ന് പറയുന്നത് ഇൻഡോറായിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ വീടിനകത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ ജനലിൻ്റെ സൈഡിലൊക്കെ, നമ്മൾ ബാൽക്കണിയിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ചെടിയാണ്. അതുപോലെ തന്നെ ഔട്ട്ഡോർ വെക്കുകയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് വലിയ മരങ്ങളൊക്കെ കാണുമല്ലോ, മാവും പ്ലാവും ഒക്കെ കാണും. അതിൻ്റെ താഴെ, അതിൻ്റെ ഷെയ്ഡിൽ നമുക്ക് വെക്കാൻ പറ്റിയൊരു ചെടിയാണ് നമ്മുടെ ആന്തൂറിയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ചെടികൾ നമുക്ക് ഇതേക്ക് ഷെയ്ഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയല്ല. പക്ഷേ ആന്തൂറിയം എന്ന് പറയുന്നത് ആ ഒരു ഷെയ്ഡിൽ പോലും നല്ല രീതിയിൽ വളർന്നൊരു ചെടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെച്ചുറായ ചെടികൾക്ക് ഒരു 70-80% തണൽ ആവശ്യമാണ്. എന്ന് വെച്ചാൽ ഈ 20% വെയിലിൻ്റെ ആവശ്യം മാത്രമേ വലിയൊരു ചെടികൾക്ക് വരുന്നുള്ളൂ. ആ ഒരു വെളിച്ചം മാത്രം മതി അതിന്. പക്ഷേ ചെറിയ ചെടികൾക്കാണെങ്കിൽ ഒരു 90% തണൽ ആവശ്യമാണെന്ന് വെച്ചാൽ 10% മാത്രം വെയിലിൻ്റെ ഒരു ആവശ്യമേ ചെറിയ ചെടികൾക്ക് വരുന്നുള്ളൂ. അപ്പോൾ നല്ല ചൂടുള്ള ക്ലൈമറ്റിലാണെങ്കിൽ എല്ലാ ദിവസവും നനയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നല്ല തണുപ്പ് ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് നമ്മുടെ ആന്തൂറിയം എന്ന് പറയുന്നത്. അപ്പോൾ ചൂട് സമയങ്ങളിൽ എല്ലാ ദിവസവും നല്ലപോലെ നനയ്ക്കണം. പിന്നെയെന്ന് പറയുന്നത്, നല്ല അത്യാവശ്യം തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ പോട്ടിംഗ് മിക്സിൻ്റെ നനവനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ. ദിവസം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ പോട്ടിംഗ് മിക്സിൻ്റെ ഒരു നനവനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അതിനകത്ത് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയേക്കുന്നതൊക്കെ അറിയാമല്ലോ, അതിനകത്തെല്ലാം നല്ലപോലെ വെള്ളം, തണുപ്പ് പിടിച്ചിരിക്കുന്നൊരു പോട്ടിംഗ് മിക്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു നനവനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കൂടുതലും നൽകുന്നത് ജൈവവളങ്ങൾ തന്നെയാണ്. അത് മഴയത്തായാലും വെയിലത്തായാലും എല്ലാം ഞാൻ അത് തന്നെ നൽകുന്നത്. അപ്പോൾ നമ്മുടെ ആന്തൂറിയത്തിന് പൊതുവേ ജൈവവളങ്ങളാണ് കൂടുതലും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ജൈവവളമാണെങ്കിൽ നമ്മൾ ഓർക്കിഡിന് യൂസ് ചെയ്യുന്ന സെയിം വളങ്ങൾ തന്നെ നമുക്ക് ജൈവവളം യൂസ് ചെയ്യാം. വളരെ ചെറിയ ചെടികൾക്കാണെങ്കിൽ നൈട്രജൻ്റെ അളവ് കൂടുതലായിട്ടുള്ള ജൈവവളങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് പച്ചച്ചാണകത്തിൻ്റെ സ്ലറി എന്ന് പറയുന്നത്. ഒരു കപ്പ് പച്ചച്ചാണകം പുളിപ്പിച്ചത് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് നല്ലപോലെ നേർപ്പിച്ചിട്ട് ചെടികളുടെ ചോടുകളിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെയെന്ന് പറയുന്നത്, നമ്മൾ ഓർക്കിഡിന് പറഞ്ഞ ബാക്കി എല്ലാ ജൈവവളം, നമ്മൾ തേങ്ങാവെള്ളം പുളിപ്പിക്കുന്നതായാലും കടലപ്പിണ്ണാക്ക്. പിന്നെ മെച്ചുറായ ചെടികൾക്കാണെങ്കിൽ നമ്മൾ ഈ ചാണകത്തിൻ്റെ സ്ലറി കുറച്ചിട്ട് നമുക്ക് അതിന് പകരമായിട്ട് കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കടലപ്പിണ്ണാക്ക് ഒരു 3-4 ദിവസം വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് അതും ഇതുപോലെ ഒരു കപ്പിന് 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് തെളിയെടുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പൊതുവേ ചെയ്യുന്ന ജൈവവളക്കൂട്ടെന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമുക്ക് കെമിക്കൽ വളങ്ങൾ നൽകാം. അപ്പോൾ കെമിക്കൽ വളങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കടകളിൽ ചെന്ന് മേടിക്കാൻ കിട്ടും. NPKയുടെ അളവ് നമുക്ക് അവർ തന്നെ എടുത്തു തരും. ചെറിയ ചെടികൾക്കും വലിയ പൂക്കുന്ന ചെടികൾക്കും ഒക്കെ ആയിട്ട് നമ്മൾ ഓർക്കിഡ്സിന് മേടിക്കാനുള്ള വളങ്ങളുണ്ടല്ലോ, ആ സെയിം വളങ്ങൾ തന്നെ നമുക്ക് ആന്തൂറിയങ്ങൾക്കും കൊടുക്കാം. പൂക്കാനുള്ളതിനാണെങ്കിൽ ആ രീതിയിൽ, അല്ല ചെറിയ ചെടികൾക്കാണെങ്കിൽ നൈട്രജൻ കൂടിയതായിട്ടുള്ള വളങ്ങൾ, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കെമിക്കൽ വളങ്ങൾ കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, വളരെ കുറച്ച് അളവിൽ ഒരുപാട് തവണയായിട്ട് നൽകുന്നതാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ വളരെ കുറച്ചെടുത്തിട്ട് അതൊരു 3-4 പ്രാവശ്യമായിട്ട് നമ്മൾ ചെടികളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ തീരെ ചെറിയ ചെടികൾ പെട്ടെന്ന് തന്നെ മദർ പ്ലാന്റിൽ നിന്ന് പറിച്ച് മാറ്റേണ്ട കാര്യമില്ല കേട്ടോ. അത് കുറച്ചുകൂടെ ഒന്ന് വലിപ്പം വന്നതിന് ശേഷം, അതിൻ്റെ റൂട്ട്സൊക്കെ കുറച്ചുകൂടെ ഡെവലപ്പ് ആയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം തൈകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഓരോ തൈകളും അത്യാവശ്യം വലിപ്പത്തിലൊക്കെ
ആയിട്ടുണ്ട്, നമുക്ക് പറിച്ച് മാറ്റി വെക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ ഒരു വലിയ ചട്ടിയിൽ, കുറച്ചുകൂടെ വലിയ ചട്ടിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റൗണ്ട് സാധാ ചട്ടികളിലും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കാണാൻ കുറച്ചുകൂടെ എടുപ്പായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സ്ക്വയർ ചട്ടിയിൽ വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തവണ ഇതുപോലെ സ്ക്വയർ ചട്ടി തന്നെ തപ്പി. പക്ഷേ വലിയ സൈസ് കിട്ടിയില്ല, ചെറുതുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മിനിയേച്ചർ ടൈപ്പിനൊക്കെ ഈ ഒരു ചട്ടിയുടെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഓർക്കിഡ്സിന് ചെയ്യുന്നത് പോലെ ചെറിയ തൈകൾ ചെറിയ ചെടിച്ചട്ടിയിലും വലിയ തൈകൾ വലിയ ചെടിച്ചട്ടിയിലും അങ്ങനെയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ടൈപ്പ് പോട്ടിൽ നമ്മൾ റീപോർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമുള്ളൂ. അത് അത്യാവശ്യം കുറേ കാലങ്ങളേക്കും നമുക്ക് ഈ ചെടിച്ചട്ടി തന്നെ ഇരിക്കും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് മൺചട്ടി വേണമെന്നോ അല്ലെങ്കിൽ സിമെൻറ്റ് ചട്ടി വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. നമുക്കിതുപോലത്തെ പ്ലാസ്റ്റിക് ചട്ടിയിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ആന്തൂറിയം റീപോർട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് റീപോർട്ട് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവർ ചകിരിച്ചോറിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. നമുക്കിത് മൊത്തത്തിലൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഉണ്ടോ, കറക്റ്റ് അതുപോലെ ആയിരുന്നു തോന്നുന്നു. ചകിരിച്ചോറിൽ വെച്ചിരുന്നോണ്ടേ അത് പതുക്കെ മാറ്റിയെടുക്കാം. ഇത് ഫുള്ള് ചകിരിച്ചോറാണ് കേട്ടോ, അതിനകത്തൊന്നുമില്ല. വേറെ നമ്മൾ ഓടിൻ്റെ പീസോ കരിക്കഷ്ണമോ ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. ഫുള്ള് ഇത് തന്നെയാണ്. വേരിനൊന്നും ഒരുപാട് ക്ഷതം സംഭവിക്കരുത് കേട്ടോ. നമ്മളിത് പറിച്ച് മാറ്റുമ്പോഴേ ചെറിയൊരു ഇതൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ സാധാ ഓർക്കിഡ്സിനാണെങ്കിൽ ആന്തൂറത്തിനാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. അതിൻ്റെ വേരൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിലൊന്നും പ്രശ്നം വരുന്നില്ല. ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് നമുക്കതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും അറിയില്ല. നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നതല്ലേ എന്തുമായാലും. അപ്പോൾ അത് ചീത്തയാവരുതല്ലോ. അപ്പം നമുക്കിത് ഒരുപാട് ചകിരിച്ചോറിനകത്ത് മാത്രമായിട്ട് ഇരിക്കേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പിടിച്ചു കഴിഞ്ഞാലേ, ഞാനിത് ഔട്ട്ഡോറിലാണ് വെക്കുന്നത്. അപ്പം നമ്മൾ നല്ല മഴയൊക്കെ അല്ലേ, അപ്പം മഴയത്ത് ഒരുപാട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയായി പോവും. പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ട, സെപ്പറേറ്റ് ചെയ്യാൻ കേട്ടോ. കുറച്ച് പേരൊന്നും പോകാത്ത രീതിയിൽ പയ്യെ നമുക്ക് അടർത്തി ഇതിനെ മാറ്റാം. കത്രികയോ പിച്ചാത്തിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് പയ്യെ ഇത് അടർത്തി മാറ്റാം. അപ്പം ഞാനിത് കൈ വെച്ചിട്ട് തന്നെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പം എനിക്കൊരു കറക്റ്റ് പിടുത്തം അറിയാൻ പറ്റും അതിൻ്റെ വേരിൻ്റെയൊക്കെ. മാക്സിമം നമ്മുടെ വേരൊക്കെ ഒന്ന് കട്ടാവാത്ത രീതിയിൽ തന്നെ ഓരോ പ്ലാന്റും സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഒരു പ്ലാന്റ് പൂവുള്ളത് തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വേണ്ട, പൂവുള്ളത് തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന ചകിരിച്ചോറും എല്ലാം അങ്ങ് തട്ടിക്കളയണം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുറത്തുനിന്നൊക്കെ ഇങ്ങനെ ആന്തൂറിയം മേടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ പോട്ട് ചെയ്തിരിക്കുന്ന കൂടുതലും ചകിരിച്ചോറിലായിരിക്കും. അപ്പോൾ അത് മാക്സിമം നമ്മളതങ്ങ് മാറ്റിയതിന് ശേഷം വേണം നമ്മളത് പോട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ബാക്കി തൈകളെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനകത്ത് അത്യാവശ്യം ഒരു വേരും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനിയുണ്ട് ഇത് മൊത്തത്തിൽ ഇനി 3 തൈയും കൂടിയുണ്ട്. ഇതൊരു ചെറുതാ തൈയാണ്, എന്നാലും പിരിച്ചു വെക്കാറൊക്കെ ആയിട്ടുള്ള തൈയാണ് കേട്ടോ. നമുക്കത് പതുക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ആണോ, വേരൊന്നും പോയിട്ടില്ല, കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ടോ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഞാൻ ഈ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ വേര് അതിൽ കൂടെ ഒക്കെ പോയിരിക്കും നമുക്ക് അറിയാൻ പറ്റും. കത്തിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ വേര് മുറിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ കൈ വെച്ച് തന്നെ, എനിക്കതാ കൂടുതൽ വാക്ക്. നമ്മൾ ഓർക്കിഡ് തൈ സെപ്പറേറ്റ് ചെയ്യുന്നതായാലും എനിക്ക് കൂടുതൽ വാക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കടയിൽ നിന്ന് നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ചെടി തൈ അതിലിരുന്ന് തൈകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ ഈ ഒരു ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു മേടിച്ചുകൊണ്ട് വന്ന സമയത്തുണ്ടായിരുന്നു. അത് മാറിയിട്ട് ഈ ഒരു 3 തൈകളും കൂടി അതിൽ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4 തൈയായി. നമുക്ക് 4 പോട്ടിലായിട്ടിത് റീപോർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഈ പോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നുണ്ട് നമ്മുടെ ഇതുപോലത്തെ ഓടിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് തൊണ്ടിൻ്റെ പീസ്, ഇത് കടയിൽ നിന്ന് മേടിക്കാൻ ചെറിയ പീസിൽ കിട്ടും. നമ്മൾ ഓർക്കിഡ്സിന് തന്നെ എടുക്കുന്ന പീസ് തന്നെയാണ്. പിന്നെ കരിക്കഷ്ണം, ഇത് 3. അപ്പം കരിക്കഷ്ണം അല്ലെങ്കിൽ
കരികഷ്ണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഓടിൻ്റെ പീസും തൊണ്ടിൻ്റെ പീസും മാത്രം വെച്ചെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മണ്ണും യൂസ് ചെയ്യാം. ഞാൻ സാധാരണ രീതിയിൽ മണ്ണൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിന് കുഞ്ഞു ചെടിയല്ലേ, അതിൻ്റെ ആവശ്യമില്ലയെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ നമ്മൾ ഈ ബാക്കി സാധനങ്ങൾ മാത്രം ഇട്ട് നമുക്കൊന്ന് പോട്ട് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നമ്മൾ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയ ചകിരിച്ചോറുണ്ടല്ലോ, അത് കുറച്ച് വേണമെങ്കിൽ ഇതിൻ്റെ മൂടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഏറ്റവും അടിയിൽ നമുക്ക് ഓടിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏറ്റവും അടിയിൽ കുറച്ച് ഓടിൻ്റെ പീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കതിനകത്ത് കുറച്ച് ഇതുപോലത്തെ കരിക്കട്ട, പിന്നെ ഒരല്പം തൊണ്ടിൻ്റെ പീസ്. ഇനി നമുക്ക് ഓരോ തൈ എടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് പോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ പൂവുള്ള പ്ലാന്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ പിന്നെ ഇത് പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വെയിലും ഇനി ഫുൾ ഇവിടം വരെ കവർ ആവരുത് കേട്ടോ. പോട്ടിംഗ് മിക്സ് ഒരിക്കലും ഇങ്ങ് വരെ കവർ ആവരുത്. ഇത്തിരി നല്ലപോലെ ഉറച്ചിരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവിടം വരെ നമ്മൾ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കും. അത് ചെയ്യരുത്. വളരാൻ ഏറ്റവും നല്ലത് ആ കുറച്ച് പേരെങ്കിലും ആ പുറത്ത് കിടക്കുന്നത് നല്ലതായിരിക്കും. ആ പോട്ടിംഗ് മിക്സിന് വെളിയിൽ നിൽക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ വെച്ചിട്ട് ഇനി ഇതിൻ്റെ ഇതേപോലെ തന്നെ നമുക്ക് ഈ സെയിം പോട്ടിംഗ് മിക്സ് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മൾ ഓടിൻ്റെ പീസ്, പിന്നെ നമുക്ക് കുറച്ച് തൊണ്ടിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് തൊണ്ടിൻ്റെ പീസ് ഇടുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. മഴയത്തൊക്കെ ഇരിക്കുമ്പം ഒരുപാട് തൊണ്ടിൻ്റെ പീസായി കഴിയുമ്പം ചിലപ്പോൾ ചീത്തയാവും. പിന്നെ നല്ലപോലെ കരിക്കഷ്ണം. കണ്ടോ, ഇത് ഇത്രയായിട്ടാണ് നമ്മൾ പോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് അല്പം വേരൊക്കെ മുകളിലോട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ തന്നെ നല്ലപോലെ വേര് പിടിച്ചോളും. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ചെടി ഇറക്കി വെച്ചിട്ട് നമ്മൾ കുറച്ച് ചകിരിച്ചോറോ അല്ലെങ്കിൽ കുറച്ച് മണ്ണോ എന്തെങ്കിലും, നല്ലത് ഏറ്റവും മണലാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും മണലൊക്കെ കിട്ടാത്തതുകൊണ്ട് ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചകിരിച്ചോറൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ പർപ്പിൾ കളറിലെ ആന്തൂറിയം പ്ലാന്റ് ഞാൻ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 4 തൈ ഉണ്ടായിരുന്നു, 4 പോട്ടിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി വൈറ്റ് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യണം. ഞാനതിപ്പം ചെയ്യുന്നില്ല കേട്ടോ, ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ നമ്മുടെ ആന്തൂറിയം ചെടികൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പേരെങ്കിലും 1-2 പേരെങ്കിലും മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മളിതിൻ്റെ പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വേര് പിടിക്കാനും തൈകൾ പൊട്ടാനും കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോട്ട് ചെയ്തിട്ടുള്ള തൈകൾക്ക് പെട്ടെന്ന്, മറ്റേത് തൈകൾ വരും എങ്കിലും പെട്ടെന്ന് തൈകൾ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.